45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും എന്ന ഒരു ഉറപ്പാണ്. വെറുതെ വരികയല്ല, സാന്റാക്ലോസ് ക്രിസ്തുമസിന് വരുന്നത് മാതിരിയാണ്. കൈ നിറയെ സമ്മാനവുമായി ഇതാ മോദി എത്തുന്നു. ഏത് മുന്നണിയാണോ വികസനം കാര്യമായി, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത വികസനം കാര്യമായി പറയുന്നത്, ആ മുന്നണിക്ക് വോട്ട്. നിഷ്പക്ഷ വോട്ടുകൾ ഏറെയുള്ള ഒരു പ്രദേശമാണ് സംസ്ഥാന തലസ്ഥാനം. കേരളത്തിന്റെ പൊതുവെ ഒരു പരിച്ഛേദമാണ് തലസ്ഥാനം എന്ന് ഓർക്കണം. ഈ വർഗീയത എന്നത് ഇവിടെ ആരോപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബി ജെ പിക്കെതിരെ ഇവിടെ കേരളത്തിൽ വർഗീയത ആ പരിപ്പ് വേവില്ല. ഒരു വ്യവസായ രംഗത്തുനിന്ന് വരുന്ന ഒരാൾ, മുൻ എം പി കൂടിയാണ്, രാജ്യസഭ എം പി കൂടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ, ഫലപ്രദമായി സംസ്ഥാനത്തിന്റെ ചുമതല കൊടുക്കുകയും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുകയും ധൈര്യപൂർവ്വം പറയുകയാണ് അദ്ദേഹം, ഞാനായിരിക്കും നിയമമണ്ഡലത്തിൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റ്. വേറെ ആരും അങ്ങനെ ഇത്രയും മുൻകൂട്ടി അത് പറഞ്ഞത് ന്യായമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതൊരു ടാക്ടിക്കാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലായി എല്ലാവരും കണ്ടിരുന്നു. എന്തായാലും ആവേശകരമായ പോരാട്ടമാണ് നടന്നത്. തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വാർത്തയായി നമുക്ക് പരിഗണിക്കാവുന്നത്. കാരണം തലസ്ഥാന നഗരം BJP പിടിക്കുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമായിരുന്നു BJPയെ സംബന്ധിച്ചും, ഒപ്പം തന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ CPMനെ സംബന്ധിച്ചും. ഏതൊക്കെ ഘടകങ്ങളാണ് BJPക്ക് അനുകൂലമായത്? ഇനി ഇവരുടെ മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം കരുത്തോടുകൂടിയായിരിക്കും? ഈ വിജയം BJPയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് എത്രത്തോളം അനുഗുണമായി ഭവിക്കും? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. BJPയുടെ വിജയം എന്നുള്ളതിനപ്പുറത്തേക്ക് കോർപ്പറേഷൻ പിടിച്ച അവരുടെ ആ പോരാട്ടം, അവർ പറഞ്ഞിരുന്നു 45 മുതൽ 54 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത അവർക്കുണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിൻ്റെ തലേ ദിവസം പോലും പറഞ്ഞു. ഏകദേശം അതിനോട് നീതി പുലർത്തുന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ കോർപ്പറേഷൻ്റെ റിസൾട്ടിനെ കുറിച്ച്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ? ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം അയലമത്തി പിടിക്കുന്നതിനേക്കാൾ വലിയ ഒരു ഐശ്വര്യം, അഭിമാനം ഒരു കൊമ്പൻ സ്രാവിനെ വലയിലാക്കുക എന്നതാണ്. ഇപ്പോൾ അനേക ചെറുമീനുകളെ പിടിച്ചാലും കൊമ്പൻ സ്രാവ്, എപ്പോഴും വഴുതി നീങ്ങുന്ന കൊമ്പൻ സ്രാവ്, കൺമുമ്പിൽ ഉണ്ടായിട്ട് പിടിച്ചെടുക്കാനാവാത്ത ഒന്നിനെ വലയിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനമുണ്ട്. അത് വലിയ ശ്രദ്ധയാണ്. തുറയിൽ പ്രധാനപ്പെട്ട പയ്യൻസ് എന്ന ഒരു പ്രതിച്ഛായം കിട്ടും. ഇതിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ ലഭ്യശ്രീ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്ന, മോഹിപ്പിച്ച് അവസാനം കീഴടങ്ങാൻ വിധിക്കപ്പെട്ട BJP 35 സീറ്റുകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും. അപ്പോൾ വിജയത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും വിജയം അകന്നു നിന്നു. പക്ഷേ ഇപ്രാവശ്യം തിരുവനന്തപുരം നഗരസഭയിൽ വ്യക്തമായ മേൽക്കൈ BJPക്ക് നേടാൻ കഴിയുന്നു. 101 സീറ്റിൽ 50 സീറ്റ്. അത് വെറുതെ ലഭിക്കുന്നതല്ല. ജൈവികമായ ഒരു വളർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക്, BJPക്ക് ഒരു നഗരസഭാ പരിധിക്കുള്ളിലുണ്ടായി. അത് ഞാൻ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ എന്ന് അങ്ങനെ പറയാനാവില്ല. നഗരസഭ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വ്യക്തമായ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി, ഫിസിക്കൽ ലേബർ ഉണ്ട്. ഇതൊരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. പിന്നെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ പലപ്പോഴും BJPയുടെ ഒരു പ്രചരണ ആയുധം ഹിന്ദുത്വ, ദേശീയത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് കൃത്യമായ വികസന രാഷ്ട്രീയം പറയാൻ BJPക്ക് കഴിയുന്നു എന്നതാണ്. അതാണെന്ന് തോന്നുന്നു ഒരു ഗെയിം ചേഞ്ചർ ആയത് അവരെ സംബന്ധിച്ചിടത്തോളം. വികസനവും വിശ്വാസം ഒരു പിന്നണിയിലുണ്ട്. അതൊരിക്കലും BJPക്ക് ആ വിശ്വാസം വിട്ടിട്ട്, അത് ശബരിമല വിഷയമാകട്ടെ, മറ്റ് വിശ്വാസ സംരക്ഷണ വിഷയങ്ങളാകട്ടെ, BJPയുടെ ഒരു കോർ കോമ്പറ്റൻസി തന്നെയാണ്. അതൊരു അടിസ്ഥാന ഒരു സ്വഭാവവിശേഷവും. അതിനോടൊപ്പം തന്നെ ഏത് മുന്നണിയാണോ വികസനം കാര്യമായി, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത വികസനം കാര്യമായി പറയുന്നത്, ആ മുന്നണിക്ക് വോട്ട്. നിഷ്പക്ഷ വോട്ടുകൾ ഏറെയുള്ള ഒരു പ്രദേശമാണ് സംസ്ഥാന തലസ്ഥാനം. കേരളത്തിന്റെ പൊതുവെ ഒരു പരിച്ഛേദമാണ് തലസ്ഥാനം എന്ന് ഓർക്കണം. കാരണം മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും വന്ന് തിരുവനന്തപുരത്ത് താമസമാക്കുന്നവർ, അപ്പോൾ വെറും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പ്രാദേശികതയുടെയോ അടിസ്ഥാനത്തിലല്ല തിരുവനന്തപുരത്തെ വോട്ടെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അവിടെ പ്രഭാവം ചെലുത്താനായാൽ കൃത്യമായ ഒരു ക്രോസ് സെക്ഷൻ, ഡൽഹി എന്നത് ഇന്ത്യയുടെ ക്രോസ് സെക്ഷൻ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ തിരുവനന്തപുരം കേരളത്തിന്റെ കൃത്യമായ ക്രോസ് സെക്ഷനാണ്. അവിടെയാണ് BJP ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം പഴിചാരാനായി. നോക്കൂ,
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒറ്റപ്പെട്ട വിഷയമാണ്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് LDF ഭരണപരാജയങ്ങളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. UDF ആകട്ടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ആളിക്കത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഭരണത്തിലെത്തിയാൽ തങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്ന് പറയാനാവില്ലല്ലോ UDF-നും LDF-നും. അവർ രണ്ടും ഭരണത്തിൽ ഇരുന്നിട്ടുള്ള കക്ഷികളാണല്ലോ. UDF-ന് കാര്യമായി അവസരം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 40-45 വർഷം LDF-ന് തേരോട്ടമാണ് തിരുവനന്തപുരത്ത്. പക്ഷേ മറ്റ് നഗരസഭകൾ ഭരിച്ചിട്ടുണ്ടല്ലോ UDF. അതുകൊണ്ട് ഈ ഒരു അവസരം തരൂ, തങ്ങൾക്കൊരവസരം തരൂ. തങ്ങൾ മാജിക് കാട്ടും. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും എന്ന ഒരു ഉറപ്പാണ്. വെറുതെ വരികയല്ല, സാന്റാക്ലോസ് ക്രിസ്തുമസിന് വരുന്നത് മാതിരിയാണ്. കൈ നിറയെ സമ്മാനവുമായി ഇതാ മോദി എത്തുന്നു. വെറുതെ പറയുകയല്ല, അത് വരുമെന്നുള്ളത് എല്ലാവരുടെയും പ്രതീക്ഷയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ സംസ്ഥാന ഗവൺമെൻറ്റും തിരുവനന്തപുരം കോർപ്പറേഷനും ഒരുപോലെ തന്നെ CPM അല്ലെങ്കിൽ LDF ഭരിക്കുന്ന സമയത്ത് എന്ത് കേന്ദ്ര ഫണ്ടോടുകൂടി ആണെങ്കിൽ പോലും എന്ത് പദ്ധതി ആവിഷ്കരിച്ചാലും അതിലൊരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും CPM-ൻ്റെയും ടച്ച് ജനം കാണും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് മറ്റ് പരിഗണനകളൊന്നുമില്ലാതെ കേന്ദ്രത്തിന്റെ ഫണ്ട് ഏതെങ്കിലും രീതിയിൽ കോർപ്പറേഷനിലൂടെ നേരിട്ടെത്തുമോ? ചാലകശക്തികൾ, ഇടയ്ക്ക് നിന്നുള്ള ഇടനിലക്കാർ, സംസ്ഥാന സർക്കാരോ മറ്റേതെങ്കിലും ഘടകങ്ങളോ ഇടനിലക്കാർ നേരിട്ടെത്തിക്കഴിഞ്ഞാൽ ജനങ്ങളോട് സംവദിക്കാൻ കഴിയും BJP-ക്ക്. അതെ, എനിക്ക് തോന്നുന്നു അതിൽ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ഒരു മെട്രോ ആയി ഉയർത്തുവാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരികയാണ്. പക്ഷേ നമുക്കറിയാം, ഒരു മെട്രോ ആയി പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറേയേറെ മാനദണ്ഡങ്ങളുണ്ട്. ആ രീതിയിലേക്ക് തിരുവനന്തപുരത്തെ വളർത്തുവാൻ എനിക്ക് തോന്നുന്നു ഒരു കാര്യമായ ശ്രമം എന്തായാലും കിട്ടി. ഇനി ഇതൊരിക്കലും പോകരുത്, ഇത് അങ്ങോട്ടുള്ള ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കണം എന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കും. ഇനിയിപ്പോൾ മെട്രോ വന്നേക്കും. അതെ, ഇതിനകത്തൊരു തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വിഴിഞ്ഞം എന്നതൊരു എൻറ്റിറ്റിയാണ്. അതേസമയം ഒരു അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരുപക്ഷെ നാളുകളിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വരേണ്ടത് വിഴിഞ്ഞമാണ്. കാരണം അത് ഇന്റർനാഷണൽ ഷിപ്പ് റൂട്ടിൽ നിൽക്കുകയാണ്. ആ വിഴിഞ്ഞത്തിന് ചുറ്റുമായിരിക്കാം ഹബ് ഓഫ് ആക്ടിവിറ്റീസ് മുഴുവൻ. അങ്ങനെയെങ്കിൽ അടിസ്ഥാന സൗകര്യമായിരിക്കും തിരുവനന്തപുരത്തെ റിംഗ് റോഡുകളുടെ, ഇപ്പോൾ ഉള്ള നിലവിലുള്ള റിംഗ് റോഡുകളേക്കാൾ കൂടുതൽ റിംഗ് റോഡുകളും റെയിൽ നെറ്റ്വർക്കും മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിന് സമയമെടുക്കുന്നത് കൊണ്ട് ആദ്യഘട്ടത്തിൽ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് ബസ്സുകളുടെ, വൈദ്യുതി വാഹനങ്ങളുടെ ഒരു പ്രോളിഫറേഷൻ ഉണ്ടാകും. അതിലെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യൊപ്പ് ഉണ്ടാവും. നരേന്ദ്രമോദിയുടെ ചിത്രം എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ഇപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ബസ്സുകൾ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് KSRTC-യും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റും ട്രാൻസ്പോർട്ട് വകുപ്പും ഒക്കെ തന്നെയാണ്. അതിനുപരിയായി ഒരു എല്ലായിടത്തേക്കും ഓടുന്ന വളരെ വളരെ റീച്ച് കിട്ടുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യം, അത് ബസ്സുകളുടെ രൂപത്തിലാകാം, മറ്റ് പ്രോജക്റ്റുകളുടെ രൂപത്തിലാകാം, ഒക്കെയാണ്. അപ്പം നേരിട്ടും അല്ലാതെയും ജീവിതത്തെ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ അടുത്ത 6 മാസത്തിനുള്ളിൽ, റെയിൽവേ അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത 6 മാസത്തിനുള്ളിൽ റെയിൽവേ നെറ്റ്വർക്ക് തുടങ്ങി വെക്കാമെന്നല്ലാതെ അതൊരിക്കലും പൂർണ്ണതയിൽ എത്തി നിൽക്കാനാവില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് നെസസിറ്റീസ് അഡ്രസ്സ് ചെയ്യും. അത് ഒരു പ്രോഗ്രസ് കാർഡായി കാട്ടിക്കൊണ്ട് തിരുവനന്തപുരത്തെ വോട്ടർമാരെങ്കിലും, തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം മണ്ഡലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിയമസഭാ സെഗ്മെന്റാണ് വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, അതോടൊപ്പം ഒരുപക്ഷെ കാട്ടാക്കട, അല്ലെങ്കിൽ നെടുമങ്ങാട്, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ. ഇതെല്ലാം ഫ്രഞ്ച് ഏരിയാസ് ആണ്. അതിൽ തന്നെ 3 മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ നിലയിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലയിലും BJP-ക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. LDF-നേക്കാൾ UDF-നേക്കാൾ വോട്ട് പെർസെൻറ്റേജ് കൂടുതലാണ്. ഇതേ വോട്ട് നില ആവർത്തിക്കാതിരിക്കാൻ കാരണമൊന്നും കാണുന്നില്ല. ആവർത്തിക്കുകയാണെങ്കിൽ BJP-ക്ക് 3 സീറ്റുകൾ ഇവിടെ ഉറപ്പാണ്, തിരുവനന്തപുരത്ത് മാത്രം. അവിടെ അതൊരു സൂചനയായി കണ്ടുകൊണ്ട് സംസ്ഥാനത്ത് ഒരു 10 സീറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ്, അതിൽ കൂടുതൽ ഒരുപക്ഷെ റിയലിസ്റ്റിക്കായി BJP കരുതുന്നില്ല. കാരണം ഗ്രാമീണ മേഖലയിലേക്ക് ഇറങ്ങാൻ BJP-ക്ക് ഇപ്പോഴും പരിമിതികളുണ്ട്. അർബൻ മെട്രോപൊളിറ്റൻ കോൺസെപ്റ്റാണ്. കോഴിക്കോട് നോക്കൂ, 13 സീറ്റുകളാണ്. കോഴിക്കോട് ഒരിക്കലും BJP-യുടെ തട്ടകമല്ല. MT രമേശിനൊക്കെ പ്രത്യേക ചുമതല കൊടുത്തുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ BJP ചിട്ടയായ പ്രവർത്തനം. അത് 13 സീറ്റാണ്. ഇവിടെ ഒരു ഹങ് സിറ്റുവേഷനാണ്. LDF ഭരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി മാത്രമാണ് LDF അല്ലെങ്കിൽ CPM. തൊട്ടുപിറകിൽ കോൺഗ്രസ് ഉണ്ട്. BJP കൂടി അവിടെ നിർണായക ഒരു സാന്നിധ്യമായി മാറി. കൊല്ലത്ത്
കൊല്ലത്ത് 10 സീറ്റ് അപ്രതീക്ഷിത 10-11 സീറ്റുകളാണ് കൊല്ലം കോർപ്പറേഷനിൽ BJPക്ക് നേടിയത്. ആരും പ്രതീക്ഷിച്ചതല്ല. UDF അവിടെ അട്ടിമറി വിജയം നേടുമെന്നും LDF തകർന്നടിയുമെന്നും. LDF BJP തമ്മിലുള്ള വോട്ട് ഷെയറിന്റെ വ്യത്യാസം ചെറുത് മാത്രമാണ് കൊല്ലത്ത്. അപ്പം കേരളത്തിൽ പല ഇടങ്ങളിലും അർബൻ ഏരിയ, ഞാൻ വീണ്ടും പറയുന്നത് അർബൻ ഏരിയ, അതാണ് ആ ഒരു ചോദ്യമാണ് എനിക്കുണ്ടായിരുന്നത്. BJP ഈ നഗര കേന്ദ്രീകൃതമായി വളരുകയാണ്. എനിക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവൽ ഗ്രോത്ത് അവർക്ക് ഉണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13 ഇപ്പോൾ 20 തൊട്ട് 20 മുകളിലെത്തി എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ കാരണം നമുക്ക് നോക്കുമ്പോൾ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് ഷെയറും ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഈ BJPയുടെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ LDF UDF അല്ലല്ലോ, ഇവർ മൂന്നാമതായി വന്ന് കരുത്ത് തെളിയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയും വളരാനും ഉണ്ട്. അപ്പോൾ ഈ അർബൻ ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രോജക്റ്റുകൾ അവരുടെ കയ്യിലുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ആയിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുന്നതെന്ന് തോന്നുമല്ലേ? അവർക്കൊരു വലിയൊരു ഊർജ്ജമല്ലേ കിട്ടിയിരിക്കുന്നത്? എവിടെയെങ്കിലും ഒന്ന് തുടങ്ങി വെക്കണമല്ലോ. കാരണം ഫ്രം ഗ്രൗണ്ട് സീറോ ടു ക്ലൗഡ് 9 ഒറ്റയടിക്ക് ഉണ്ടാവില്ല. അത് പല ഘട്ടങ്ങളായിട്ടാണ്. എപ്പോഴും BJPയുടെ വളർച്ച കേരളത്തിൽ ജൈവികമാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. അത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വളർച്ചയല്ല. കേരളത്തിൽ ഒരുപക്ഷെ 80കളിൽ പോലും BJPയുടെ ആദ്യ ഘട്ടത്തിൽ 1980കളിൽ പോലും BJPക്ക് സാന്നിധ്യമുണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ്. പിന്നീട് പതുക്കെ പാലക്കാട്ടേക്കും പിന്നെ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗത്തേക്കും എല്ലാം സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചില ഇടങ്ങളിലൊക്കെ ഒരു ത്രഷ് ഹോൾഡിൽ എത്തി നിൽക്കുകയും ചെയ്തു. ആ ത്രഷ് ഹോൾഡിൽ എത്തി നിൽക്കുന്ന ഒരിടവും ഗ്രാമപ്രദേശങ്ങളല്ല എന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഗ്രാമപഞ്ചായത്ത് നിലവിൽ 15 ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരണത്തിലുണ്ടായിരുന്നു. അത് കേവലം 26 മാത്രമാണ് വർദ്ധിച്ചത്. അതങ്ങനെയല്ലല്ലോ വരേണ്ടത്. BJPയുടെ ന്യായമായ പ്രതീക്ഷ 50 ഗ്രാമപഞ്ചായത്തുകളിൽ ഉറപ്പായി ഭരണം ലഭിക്കും. അത് 952 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായെന്ന് ഓർക്കണം. അതിൽ 26 എന്നത് വലിയ നമ്പറൊന്നുമല്ല. പക്ഷെ അവിടേക്ക് ഇറങ്ങണമെങ്കിൽ ഗ്രാമീണ ജനതയോട് സംവദിക്കാൻ തക്ക ഒരു തന്ത്രപരമായ ഒരു സമീപനം ഉണ്ടാകണം. ഇവിടെ കാഡറിന്റെ പ്രവർത്തനം, നഗരകേന്ദ്രീകൃതമായ പ്രവർത്തനം മറ്റൊന്നാണ്. അവർ അഡ്രസ്സ് ചെയ്യുന്നത് കുറച്ചുകൂടെ എലിറ്റിസ്റ്റ് മെട്രോപൊളിറ്റൻ ഒരു പോപ്പുലേഷനോടാണ്. എഡ്യൂക്കേറ്റഡ് ആണ്, ഒരുപക്ഷെ ഈ ജാതിക്കും മതത്തിനൊക്കെ അതീതമായി ചിന്തിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് ഈ വർഗീയത എന്നത് ഇവിടെ ആരോപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. BJPക്കെതിരെ ഇവിടെ കേരളത്തിൽ വർഗീയത പരിപ്പ് വേവില്ല. ഇവിടെ അതല്ല. കേരളത്തിന്റെ ഗ്രൗണ്ട് വേറെയാണ്. കേരളത്തിലെ യാഥാർത്ഥ്യം വേറെയാണ്. ഈ ക്യാൻവാസിൽ നമുക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ വ്യത്യസ്തമായ കളറുകൾ വേണം, ബ്രഷുകൾ വേണം. ഇത് BJP അതായത് ഈ പഠനം നടത്തുന്ന ഒരു പാർട്ടി ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഗ്രാമീണ മേഖലയിൽ കടന്നിറങ്ങാൻ ഒരുപാട് നൂലാമാലകളുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതാണ് യാഥാർത്ഥ്യബോധം. CPM ഇല്ലാതെ പോകുന്ന യാഥാർത്ഥ്യബോധം അതാണ്. ഈ ധിക്കാരവും ധാർഷ്ട്യവും മാത്രം വെച്ചുകൊണ്ട് അടിച്ചമർത്തി ഒരു മർദ്ദക രീതിയിൽ പേടിപ്പിച്ച് വോട്ടെത്തിക്കാം എന്നതിന്റെ ഒരു പതനമല്ല ഇപ്പോൾ കണ്ടത്. UDFന്റെ അഴകുഴമ്പൻ സമീപനം. പക്ഷേ ഇത് LDFന്റെ പരാജയം UDFന്റെ വിജയത്തിൽ എത്തി നിന്നു. UDFന്റെ കാൻഡിഡേറ്റ് സെലക്ഷനും അവരുടെ തന്ത്രങ്ങളുടെ മികവ് ഞാൻ കുറച്ച് കാണുന്നില്ല. കാരണം ഈ മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നു ഇപ്രാവശ്യം. പ്രധാനമായും ഗ്രാസ് റൂട്ട് ലെവലിൽ കഴിവ് തെളിയിച്ച ആളുകളെ താഴെത്തട്ടിലെ ഘടകങ്ങൾ തിരഞ്ഞെടുത്തു, കോർ കമ്മിറ്റികൾ തിരഞ്ഞെടുത്തു. ഇതൊരു പുതിയ പരീക്ഷണമാണ്. ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെങ്കിൽ UDFന് മെച്ചമാണ്. പക്ഷെ BJPയുടെ സംവിധാനം മറ്റൊന്നാണ്. BJPയുടെ സംവിധാനം വളരെ നേരത്തെ തന്നെ സംഘടനാ ജില്ലകൾ ചാർട്ട് ഔട്ട് ചെയ്തു. ഒരു സംഘടനയ്ക്ക് ഒരു ജില്ല എന്നതല്ല, ഈ ഒരു ജില്ലാ കമ്മിറ്റി എന്നതിനേക്കാൾ കൂടുതൽ സംഘടനാ ജില്ല, ഒരു പക്ഷേ വലിയ ജില്ലകൾക്ക് 2-3 ജില്ലാ സംഘടനാ ജില്ലകൾ. അതനുസരിച്ച് ഓരോ വ്യക്തിയെ അതിൻ്റെ ചുമതല, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും സംബഡി ഈസ് റെസ്പോൺസിബിൾ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ല, ഒരു സമ്മൺ ഈസ് മെയ്ഡ് അക്കൗണ്ടബിൾ. അത് BJPയുടെ ഒരു പ്രത്യേകതയാണ്. അതനുസരിച്ച് നഗരത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ മാത്രം എടുത്തു നോക്കിയാൽ വൺ മാൻ കോൾഡ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ അല്ലേ, അദ്ദേഹം ഒരു ചേഞ്ച് കൊണ്ടുവന്നു അല്ലേ? അദ്ദേഹം അതിനകത്തൊരു ഈ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. അദ്ദേഹം ഈ മുണ്ടെടുക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുണ്ട് ഉടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആശയക്കുഴപ്പമുണ്ട് എന്ന നിർദോഷമായ ഫലിതങ്ങൾ അതിലാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ, ഉച്ചാരണ ശൈലി എന്ന് വേണ്ട ഒരു ബാംഗ്ലൂരുകാരനൊരുവൻ അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് എന്തറിയാം? മലയാളം പോലും നന്നായി സംസാരിക്കാൻ അറിയാത്ത ഒരാൾക്ക് ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരങ്ങൾ അളക്കാൻ പറ്റുമോ? ഗ്രൂപ്പ് സമവാക്യങ്ങൾ എങ്ങനെ അദ്ദേഹം മാനേജ് ചെയ്യും? ഒരു വ്യവസായിയുടെ കോർപ്പറേറ്റ് ശൈലി ഇവിടെ പ്രയോജനപ്പെടുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഹീസ് എ തറോ പ്രൊഫഷണൽ. പോളിറ്റിക്സിൽ പ്രൊഫഷണലുകൾക്ക് തീർച്ചയായും സ്ഥാനമുണ്ട് എന്ന് കണ്ടെത്തിയ പാർട്ടി BJP തന്നെയാണ്.
കോൺഗ്രസ് കണ്ടെത്തി ശശി തരൂരിനെ കൊണ്ടുവന്നു. പക്ഷെ അത് കോൺഗ്രസിന് വലിയ പാരയായി. പക്ഷെ BJP എങ്ങനെ കൊണ്ടുവന്ന ആരും വലിയ പാരയായിട്ടില്ല. അതെ. ഇപ്പൊ IG ശ്രീലേഖ മത്സരിച്ചു, വിജയിച്ചു. ശ്രീ സംവരണ വാർഡിലാണ്, ശാസ്തമംഗലം വാർഡിൽ മത്സരിച്ചു, വിജയിച്ചു. പക്ഷെ അത് മാനേജ് ചെയ്യാൻ ഇങ്ങനെ ഒരു വേറിട്ടൊരു വ്യക്തിത്വത്തെ മാനേജ് ചെയ്യാൻ കേന്ദ്ര തലത്തിൽ ഇപ്പം ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, മറ്റു പല സിവിൽ സർവീസിലിരുന്ന പലരുമുണ്ട്. അവർക്ക് വെൽ അക്കോമഡേറ്റഡ് ആയി. ആ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഒരു വ്യവസായ രംഗത്തു നിന്ന് വരുന്ന ഒരാൾ, മുൻ MP കൂടിയാണ്, രാജ്യസഭ MP കൂടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ, ഫലപ്രദമായി സംസ്ഥാനത്തിന്റെ ചുമതല കൊടുക്കുകയും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുകയും ധൈര്യപൂർവ്വം പറയുകയാണ് അദ്ദേഹം, ഞാനായിരിക്കും നിയമം മണ്ഡലത്തിൽ BJPയുടെ കാൻഡിഡേറ്റ്. വേറെ ആരും അങ്ങനെ ഇത്രയും മുൻകൂട്ടി അത് പറഞ്ഞത് ന്യായമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതൊരു ടാക്റ്റിക്കാണ്. ഇത് ഞങ്ങൾ വിജയിച്ചു വരും, ഞങ്ങൾക്ക് മറക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ. ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്, എനിക്ക് കേന്ദ്രത്തിന്റെ ഇതുണ്ട്, ഇവിടുത്തെ ഏകമാന സ്വഭാവമുണ്ട്, ഇത് ഞങ്ങൾ വിജയിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ഐ എം റെഡി ടു കോൺടെസ്റ്റ്. അത് സെമിഫൈനൽ കഴിയുന്നതിന് മുൻപ് തന്നെ ഫൈനലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു പോകുന്നു. പലരും നെറ്റിച്ചൊളിച്ചു, എന്തിനിപ്പോഴേ പറഞ്ഞു വയ്ക്കുന്നു, ഇപ്പോഴേ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ആണ്, അതൊരു പ്രൊഫഷണൽ കോൺഫിഡൻസ് ആണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. ഇത് രണ്ട് ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വി മുരളീധരൻ, കെ സുരേന്ദ്രനൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്, കൃഷ്ണദാസ് പക്ഷം, അങ്ങനെയുള്ള പല പക്ഷങ്ങൾ, ഇതൊന്നുമല്ലാത്ത പല പക്ഷം, ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെയുള്ള തകർപ്പൻ നേതാക്കളുടെ വലിയ കളരിയാണ് കേരളം. അപ്പം നല്ല മെയ്വഴക്കമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഗ്രൂപ്പുകളെയൊക്കെ സ്വാംശീകരിച്ച് ഏകമാന സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകാനാവൂ. അദ്ദേഹത്തിന് പക്ഷമില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി കാഡർ സംവിധാനം അദ്ദേഹത്തിന് കൂടെ നിന്നു. അതുകൊണ്ട് ആ ഒരു ശൈലി തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ ശൈലിക്ക് വിജയമുണ്ടായി. കേന്ദ്രവുമായി സംസാരിക്കാൻ കേരളത്തിലുള്ള ഏത് നേതാവിനേക്കാൾ മെച്ചമാണ്. ഭാഷ കൊണ്ടും ഗാംഭീര്യം കൊണ്ടും ധിഷണാശൈലി ശക്തി കൊണ്ടും ഒക്കെ ബന്ധം കൊണ്ടും പല രീതിയിൽ, വിത്തിൻ കോട്ട്സ് പല രീതിയിൽ ബന്ധമുണ്ട്. ഇത് തിരുവനന്തപുരം നഗരത്തിന് പ്രയോജനകരമാകുന്നു. നാളുകളിൽ അത് കേരളത്തിന് എന്തുകൊണ്ട് പ്രയോജനകരമാകാൻ പാടില്ല? അവിടെയാണ് തിരുവനന്തപുരത്തെ ഒരു ഹബ്ബായി കണ്ടുകൊണ്ട് ഇതൊരു ഫ്രം പർട്ടിക്കുലർ ടു ജനറലൈസ് ചെയ്യുക. തിരുവനന്തപുരത്തിന് അഭൂതപൂർവമായ നേട്ടങ്ങൾ ഒരു മനുഷ്യൻ തൻ്റെ പാർട്ടിയിലൂടെ, ആ പാർട്ടിയുടെ കളക്റ്റീവ് വിജയത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിൽ ഹി ക്യാൻ ബ്രിങ് അബൌട്ട് എ റാഡിക്കൽ ചേഞ്ച് ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ്. ഇത് ഇലക്ട്രൽ വിക്ടറി ആയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് BJPയുടെ ചിന്ത. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ ഈ അദ്ദേഹത്തിന് അങ്ങ് ഉള്ളു തുറന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഈ താഴെത്തട്ടിലുള്ള ചിലർക്കൊന്നും സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മറ്റു ചില നേതാക്കൾക്കൊന്നും സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം മറ്റ് പാർട്ടികളുടെ നേതാക്കളുടെ നെഗറ്റീവിന് എടുത്തുകാട്ടി ആഞ്ഞടിക്കുന്നില്ല, വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വർഗീയത പറയുന്നില്ല എന്നുള്ളത് ചിലരെങ്കിലുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ജാതി മതമൊക്കെ പറയണം എന്നുള്ളതൊക്കെയാണ് ചിലരുടെയൊക്കെ ഒരു ഇവിടെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ വികസനം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതൊരു പുതിയ ഒരു പോസിറ്റീവ് മാർഗം തുറന്നിടുകയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുവാനുള്ളൊരു റിസൾട്ടല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കൊള്ളിമീൻ പോലെ വന്ന് പെട്ടെന്ന് കത്തിത്തീരുന്ന പ്രതിഭാസമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് തെളിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. പെട്ടെന്നൊരു നാൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വന്നിറങ്ങുകയാണ്. ഉഗ്രൻ പോരാട്ടം, വളരെ കളർഫുൾ ഒരു പ്രചരണം, ഏറെ പണം ചെലവാക്കിയുള്ള പ്രചരണം, കാര്യമായ വോട്ട് നേടുന്നു. കേവലം 16,000 വോട്ടിന് മാത്രം ശശി തരൂർ എന്ന മഹാമല്ലനോട് പരാജയപ്പെടുന്നു. അതും ഏതാനും തീരദേശ മേഖലയിലെ ചില വോട്ടുകൾ അവസാന നിമിഷം എണ്ണിയപ്പോൾ തരൂരിനുണ്ടായ ഒരു കുതിപ്പ് മാത്രമാണ് തരൂരിനെ വിജയത്തിലെത്തിച്ചത്. വിജയത്തോളം പോന്ന ഒരു പരാജയം. അദ്ദേഹം ഒരു ഫൈറ്റർ ഇമേജ്, അദ്ദേഹം ഒരു സാന്നിധ്യം അറിയിച്ചു. എല്ലാവരും വിചാരിച്ചത് എന്താണ്? വന്നു, കണ്ടു, കീഴടങ്ങി, തിരിച്ചുപോയി. ഇങ്ങനെയല്ലല്ലോ. വന്നു, കണ്ടു, ഏറെ മനസ്സുകൾ കീഴടക്കി, ഇവിടെ നിന്നു. ഇനിയും തനിക്ക് ഏറെ അംഗത്തിനുള്ള ബാല്യമുണ്ട്, അത് താൻ ഉപയോഗിച്ചിരിക്കും എന്ന പ്രതിജ്ഞ. അപ്പൊ അവിടെയാണ് കൺസിസ്റ്റൻസി. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺസിസ്റ്റൻസി ഫെയിലിയർ ഉണ്ട്. ഒരു കാര്യത്തിന് കലപ്പയ്ക്ക് കൈവയ്ക്കും, മുന്നോട്ട് പോകും, ഏറെ ശക്തിയോടെ മുന്നോട്ട് പോകും, ആഞ്ഞടിക്കും. ആഞ്ഞടിച്ചതിന്റെ പിറ്റേന്ന് ആളെ കാണാനില്ല. ഇങ്ങനെ ഒരു അപ്രത്യക്ഷമാകുന്ന വാനിഷിംഗ് ആക്ട്. ഈ വാനിഷിംഗ് ആക്ട് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകുമെന്നാണ് പലരും വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടായില്ല. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. വളരെ തേനീച്ച തേൻ കളക്ട് ചെയ്യുന്ന പോലെ ഓരോ ഡ്രോപ്പ് ഓഫ് ഹണി
കളക്ട് ചെയ്ത് നേടിയെടുത്ത വിജയമാണ്, അധ്വാനിച്ച് നേടിയ വിജയമാണ്, ഫ്ലൂക്കിന് കിട്ടുന്നതല്ല. അതെ അതെ അത് മാത്രമല്ല, ഒരു ഫാക്ടർ കൂടെ ഉണ്ട് അതിനകത്ത്. ഇവിടെ UDF, അതായത് BJP-യുടെ നേട്ടത്തെ ഒട്ടും കുറച്ചു കാണുകയല്ല, UDF-ന്റെ സംവിധാനം കുറേയൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. ശബരിനാഥിനെ കേന്ദ്രീകരിച്ച് വർക്ക് നടത്തി, K. മുരളീധരൻ വന്നു, അതെ. ജോലി ചെയ്തു. അതെല്ലാം തന്നെ UDF-ന് ഒരു ചെറിയ ഉണർവുണ്ടായി. 10-ൽ നിന്നും 19-ലേക്ക് UDF വളർന്നു, ഏതാണ്ട് ഇരട്ടിയായി. അതെ. അവിടെ നഷ്ടപ്പെട്ടത് LDF-നാണ്. ഓക്കെ. അതിന്റെ നേട്ടം ഇൻഡയറക്ട്ലി BJP-ക്ക് ഉണ്ടായി. പണ്ട് 2019 ഓർക്കുമല്ലോ, UDF കഠിനമായി, BJP കഠിനമായി അധ്വാനിച്ചു ശബരിമല സ്ത്രീ പ്രവേശനം ആചാര സംരക്ഷണത്തിന് വേണ്ടി. പക്ഷെ അതിന് നേട്ടം കൊയ്തത് UDF. BJP അധ്വാനിച്ചു, UDF നേട്ടം കൊയ്തു. ഇവിടെ UDF കുറേയേറെ അധ്വാനിച്ചു, ഭാഗികമായി അതിന് നേട്ടം BJP കൊയ്യാൻ കഴിഞ്ഞു. കാരണം LDF സീറ്റുകൾ പലതും നോക്കിക്കഴിഞ്ഞാൽ LDF സീറ്റുകൾ പരാജയപ്പെട്ട കുത്തക സീറ്റുകൾ, അതിന്റെ ബെനിഫിറ്റ് BJP-ക്ക് ഒന്നും നഷ്ടപ്പെടാനുണ്ടായില്ല. ആകെ ഉണ്ടായ ഇനിഷ്യൽ ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് 2 ആത്മഹത്യകളാണ്. ആ ആത്മഹത്യകളുടെ ആലസ്യം പെട്ടെന്ന് മറികടന്നു. RSS, അതിന്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, BJP-യുടെ പ്രചരണത്തിന്റെ ഒരു ചെറിയ പങ്ക് സിസ്റ്റമാറ്റിക്കായി മോണിറ്റർ ചെയ്തു. അതുകൊണ്ടാണ് RSS-ന്റെ കണക്കിൽ ഒരു 45 മുതൽ 55% സീറ്റ്, 45 സീറ്റ് മുതൽ 55 സീറ്റ് വരെ ഉറപ്പായി. കണക്ക് കൂട്ടിയത് 54-55 സീറ്റാണ്. ഏതാണ്ട് അതിന് അടുപ്പിച്ച് 50 സീറ്റുകൾ വന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ സ്റ്റഡിയുടെ ഒരു പ്രയോജനം തന്നെ ഉണ്ടായി. എക്സാക്ട്ലി. എന്തായാലും BJP-ക്ക് വലിയ നേട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചിരിക്കുന്നത്. അത് ഡോക്ടർ മോഹൻ വർഗീസ് പറയുന്നത് പോലെ കേരളത്തിലെമ്പാടും പടർന്ന് കയറുവാൻ അവർക്ക് ഊർജം നൽകിയിരിക്കുകയാണ്. വലിയ ഒരു തുടക്കമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ കാണാൻ പോകുന്നത് ഇതുവരെ, അതായത് ചരിത്രത്തിൽ കാണാത്ത അത്രയും വളരെ മികച്ച വികസന പ്രവർത്തനങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഭിക്കാതിരുന്നത് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിലയുറപ്പിക്കുവാനും ആഴത്തിൽ വേരോടി വളരുവാനുമാണ് തങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് എന്ന് തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. ഇവിടെ കക്കുവാൻ ഒന്നുമില്ലാതെ നേട്ടത്തിനും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാനുള്ള എല്ലാ എഫർട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നിരീക്ഷകർ ഒന്നടങ്കം പറയുകയാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നതും അതാണ്. BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും കേരളത്തിലെമ്പാടും വളർന്ന് പന്തലിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഒരു സൈറനാണ് ഈ അനന്തപുരിയിൽ മുഴങ്ങിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ വലിയ ഒരു നേട്ടത്തിന്റെ ചെങ്കോൽ വന്നിരിക്കുകയാണ്. കിരീടത്തിൽ ഒരു പൊൻതൂവനം ലഭിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വളരെ ഓർക്കസ്ട്രേറ്റഡായി, കോർഡിനേറ്റഡായി, സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്താൽ അവർക്ക് കേരളത്തിൽ വളരാൻ സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.